+2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാം. ഡോക്ടർ തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഫാർമസിസ്റ്റ് ആവാം, നേഴ്സ് ആവാം, നേഴ്സ് തന്നെ വൈവിധ്യങ്ങളുണ്ട്. ലാബ് ടെക്നീഷ്യൻ ആവാം, റേഡിയോളജിസ്റ്റ് ആവാം. അതിന് പുറമെ നിങ്ങൾക്ക് ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ആവാം, ദെൻ അതോടൊപ്പം ഒപ്റ്റോമെട്രിസ്റ്റ് ആവാം, പെർഫ്യൂഷനിസ്റ്റ് ആവാം, കാർഡിയോ വാസ്കുലർ ടെക്നോളജിസ്റ്റ് ആവാം, അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആവാം, ദെൻ വെറ്റിനറി സയൻസിലേക്ക് വരാം. അതോടൊപ്പം നിങ്ങൾക്ക് ഫിഷറീസും ഫോറസ്ട്രിയും പഠിച്ച് രസകരമായ ജോബിലേക്ക് വരാം. ഒരു ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഓഫീസർ, ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വർക്ക് ചെയ്യുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ദെൻ കാലാവസ്ഥ പ്രവചിക്കുന്ന ക്ലൈമറ്റോളജിസ്റ്റ്, ദെൻ അതുപോലെ തന്നെ ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് പഠിച്ച് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽസിനെ കുറിച്ച് പ്രവചിക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാവാം. അതിന് പുറമെ മെറ്റീരിയോളജി, ഓഷ്യാനോഗ്രാഫി പോലുള്ള ഏരിയകളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സീസ്മോളജിക്കൽ കരിയറിലേക്ക് വരാം. അങ്ങനെ ഒരുപാട് കരിയേഴ്സ് നിങ്ങൾ നോക്കിയേ. ഫിസിക്സ് പഠിച്ച ഒരാൾ പിന്നെ ആസ്ട്രോണമർ ആവും, ആസ്ട്രോഫിസിസ്റ്റ് ആവും, ദെൻ ഗ്രാവിറ്റേഷണൽ റിസർച്ച് നടത്തുന്ന ആളാവും. അവർ സീസ്മോളജിക്കൽ സയൻസിലേക്ക് വരും. ദെൻ അതുപോലെ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചർ ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ടന്റ് ആവാം, ഫിനാൻസ് കൺട്രോളർ ആവാം, ദെൻ ക്രിപ്റ്റോ അനലിസ്റ്റ് ആവാം, റിസ്ക് അനലിസ്റ്റ് ആവാം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് മാറാം, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആവാം. അതോടൊപ്പം ഫിനാൻഷ്യൽ കൺട്രോൾ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് CS, CMA, CS ഒക്കെ പഠിച്ച് ലീഗൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നിങ്ങൾക്കൊരു ജുഡീഷ്യൽ സർവീസിലേക്ക് വന്ന് ജഡ്ജ് ആവുന്നത് പോലെ ലിറ്റിഗേഷനിൽ വന്ന് അഡ്വക്കേറ്റ് ആവാം. ദെൻ കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സിൽ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സ് പ്രൊഫഷണൽ ആവാം. ദെൻ അതുപോലെ തന്നെ ഇക്കണോമിസ്റ്റ് ആവാം. ഇക്കണോമിസ്റ്റിൽ തന്നെ ഡെവലപ്മെന്റ് സ്റ്റഡീസും ഇക്കണോമെട്രിക്സും മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സും പഠിച്ച വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ആവാം. ഹിസ്റ്റോറിയനും ആർക്കിയോളജിസ്റ്റും അതുപോലെ തന്നെ ആർക്കൈവ്സിൽ വർക്ക് ചെയ്യുന്ന ആളുമാവാം. ദെൻ ക്യൂറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ജേർണലിസ്റ്റ് ആവാം. ജേർണലിസ്റ്റിൽ തന്നെ പ്രസന്റേഷനിലേക്ക് വരുന്ന ഒരു ആങ്കർ ആവാം, ന്യൂസ് പ്രസന്റർ ആവാം, ന്യൂസ് റീഡർ ആവാം. നിങ്ങൾക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യങ്ങൾ ഒരുപാടാണ്. ദെൻ എഞ്ചിനീയറിംഗിലേക്ക് വന്നാലോ, എഞ്ചിനീയറിംഗിന്റെ മേഖലകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നിങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റ് ആവാം, ഡേറ്റ സയന്റിസ്റ്റ് ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആവാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യാം, സിവിൽ എഞ്ചിനീയർ ആയിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആവാം. ദെൻ നിങ്ങൾക്ക് ആർക്കിടെക്ട് ആയിട്ട് ഡിസൈനർ ആവാം. ബാച്ചലർ ഓഫ് ഡിസൈനിങ് പഠിച്ച് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങും ഗെയിം ഡിസൈനിങ്ങും ആനിമേഷൻ ഫിലിം ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റ് റിയാലിറ്റിയും ഒക്കെ പഠിച്ച് ആ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ കൺട്രോളർ ആവാം എന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓഡിറ്റർ ആയിട്ടും അക്കൗണ്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യാം. ദെൻ റിസ്ക് അനലിസ്റ്റ് ആയിട്ടും ക്രിപ്റ്റോ അനലിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ദെൻ പൊളിറ്റിക്കൽ സയൻസിലേക്ക് വന്നാൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്കും സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിട്ടും വർക്ക് ചെയ്യാം. കോഴ്സുകളുടെയും ജോബുകളുടെയും വൈവിധ്യമേ എന്നതിനപ്പുറത്തേക്ക് പ്രൊഫഷനുകൾ, പൊസിഷനുകൾ വ്യത്യസ്തമാണ്. അതിന് ഓരോന്നിനും അതിലേക്ക് എത്താൻ പറ്റുന്ന വിവിധ തലങ്ങളിലുള്ള കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ ഏതാണ്, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, എൻ്റെ സ്കിൽ, എൻ്റെ വ്യക്തിത്വ ഗുണങ്ങൾ, ഇതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഏതാണ്? ഇതാണ് പ്രതിസന്ധി. ഈ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. ഇന്ത്യയിൽ മാത്രം നാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒക്യുപ്പേഷൻ അനുസരിച്ച് 13,000-ലധികം ജോബ് പൊസിഷനുകളുണ്ട്, ഒക്യുപ്പേഷനുകളുണ്ട്. ദെൻ വേൾഡിൽ തന്നെ ഏകദേശം 29,000-അടുത്ത പറയുന്നത്. ഇതിൽ ഏറ്റവും അനുയോജ്യമായത്, നമ്മളോട് യോജിക്കുന്നത് കണ്ടെത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കില്ലുകളും അഭിരുചികളും വളരെ സയന്റിഫിക് ആയിട്ട് കണ്ടെത്താം. കരിയർ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും കൂട്ടിച്ചേർത്ത വളരെ ഹോളിസ്റ്റിക് ആയ ഒരു അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ 3 ഭാഗങ്ങളിലെയും ടെസ്റ്റുകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽ എന്താണ്, ആ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന കോഴ്സ് ഏതാണ്, ഏറ്റവും അനുയോജ്യമായ മേഖല ഏതാണ്, ഏതിലാണ് നിങ്ങൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുക. ശ്രദ്ധിക്കുക, കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ഇന്റേണൽ സൈക്കോളജിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനോട് യോജിക്കുന്ന കോഴ്സസും എംപ്ലോയബിലിറ്റിയെയും കൂട്ടി യോജിപ്പിക്കുന്ന വളരെ റേഷണലായ സയന്റിഫിക് ആയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കരിയറിലെത്താം. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.